എങ്ങോട്ടാണ് ഈ വലിഞ്ഞു കയറി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഞങ്ങളുടെ സൺഡേ സായാഹ്നങ്ങൾ ഞങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത് പൊൻകുന്ന് മലയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു 3-4 തവണ അവിടെ പോയ സമയത്ത് അതിനടുത്തുള്ള മറ്റു ലൊക്കേഷനുകൾ ഏതൊക്കെയെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിന് അധികം ദൂരെ അല്ലാതെ ഏലിയൂട്ട് മല എന്നൊരു മലയിലായിട്ട് ഞങ്ങളുടെ സുഹൃത്ത് രോഹിത്ത് പറഞ്ഞത്. രോഹിത്ത് ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് ഒരുപാട് യാത്രികർ അവിടെ പോയ വീഡിയോസൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി എങ്കിൽ ഏലിയൂട്ട് മല നമുക്ക് ഈ ആഴ്ച അവിടെ ഒന്ന് പോയി കളയാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നോക്കി പരിസരവാസികളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ കയറി പോകുന്നത്. 2 വീട്ടിൽ ഞങ്ങൾ ചോദിച്ചപ്പോഴും ഇതാണ് വഴിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി നോക്കുമ്പോഴാണ് ഇതൊരു കൊടും ഭീകരമായ വഴിയാണെന്ന് മനസ്സിലായത്. കാല് നമുക്ക് ശരിക്കും കുത്താൻ പോലും സ്ഥലമില്ലാതെ ഇഴജന്തുക്കളോ പാമ്പോ മറ്റെന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഓടി മാറാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചിറങ്ങി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ശരിക്കും അവിടത്തേക്ക് കയറി പോകാനായിട്ട് വേറൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴി ഒന്നുകിൽ അടച്ചു പൂട്ടുകയോ മറ്റേതോ കാരണത്താൽ വഴി തിരിച്ചു വിടുകയോ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇതിലോട്ട് മലയിലോട്ട് കയറി ചെല്ലാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ കാണുന്ന മാർഗ്ഗമാണ്. ഇത് വഴി കയറി ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പുറകിൽ നിന്ന് പലപ്പോഴും ജോജിത്തും അഖിലും പിൻവാങ്ങാമെന്ന് പറഞ്ഞെങ്കിലും ഇത്തിരി കൂടി മുന്നോട്ട് പോകാൻ മുന്നിൽ നിന്ന് ധൈര്യം കാണിച്ചുകൊണ്ട് ഞാനിത് നടന്ന് കയറുകയാണ്. പക്ഷേ ഈ ഒരു ഘട്ടം കൂടി കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടി തുറസായ സ്ഥലത്ത് എത്തുമെന്ന് കരുതിയെങ്കിലും അവിടെ എത്തി നോക്കിയപ്പോൾ അവിടുന്ന് വീണ്ടും മേലോട്ടേക്കും കൊടും കാട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അവിടെ ഞങ്ങൾ എത്തിയപ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി കയറാണ്ട് മുകളിലോട്ട് ഏലിയൂട്ട് മലയിലേക്ക്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടും കൊടും കാട് തന്നെ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് കയറാൻ വയ്യ എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങളൊരു പാട്ടുമിട്ട് പതുക്കെ താഴോട്ടിറങ്ങിയാണ്. അപ്പോൾ ഏലിയൂട്ട് മല കാണാനായിട്ട് വരുന്ന ആളോട് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ കാണുന്ന വഴികൾ ഇന്ന് അവിടെ ഇല്ല എന്നും പകരം ഇതുപോലെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്തൊരു വഴി മാത്രമേ ഇപ്പോൾ അവിടെ തുറന്ന് കിടപ്പുള്ളൂ എന്നും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഏലിയൂട്ട് മലയിലേക്കുള്ള യാത്ര റിസ്ക് എടുത്ത് വരാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പാട്ടിട്ടിറങ്ങി. പുതിയ വഴി വെട്ടിത്തെളിയിക്കുന്ന കാലത്ത് വീണ്ടും കാണാമെന്ന് ഏലിയൂട്ട് മലയോട് പറഞ്ഞ് ഞങ്ങൾ പാട്ടുമിട്ട് വീണ്ടും താഴ്വാരത്തോട്ടിറങ്ങുകയാണ്. ഏലിയൂട്ട് മല കയറാൻ പറ്റാത്ത സങ്കടത്തിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ സ്വന്തം പൊൻകുന്ന് മലയിലേക്ക് വീണ്ടും യാത്രയായി.